ഹലോ പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ NMMS സ്കോളർഷിപ്പ് നമുക്ക് എന്തായാലും അടിക്കണം അല്ലേ? അപ്പോൾ ഏത് സ്കോളർഷിപ്പ് എക്സാം ആണെങ്കിലും അതിൽ എങ്ങനെയെങ്കിലും നമുക്ക് ആ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ സാറ്റിൽ ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഫിസിക്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2024 ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക, പഠിക്കുക, നമുക്ക് സ്കോളർഷിപ്പ് അടിക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എന്താണ്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇന്റർസെക്ട് ഓൺലി അറ്റ് ദ പോൾസ് ഓഫ് എ മാഗ്നറ്റ്. കാന്തിക ബലരേഖകൾ കാന്തിക ധ്രുവങ്ങളിൽ മാത്രമാണ് പരസ്പരം ഖണ്ഡിക്കുന്നത്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. കാന്തിക ബലരേഖകൾ ഒരിക്കലും പരസ്പരം ഖണ്ഡിക്കുന്നില്ല. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇന്റർസെക്ട് ഇൻസൈഡ് ദ മെറ്റീരിയൽസ് വിത്ത് വെരി ലോ റിറ്റൻറ്റിവിറ്റി. അതായത് റിറ്റൻറ്റിവിറ്റി വളരെ കുറവുള്ള വസ്തുക്കൾക്കിടയിൽ മാത്രമാണ് കാന്തിക ബലരേഖകൾ പരസ്പരം എന്ത് ചെയ്യുന്നത്, കൂട്ടിമുട്ടുന്നത്. അടുത്തത്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇന്റർസെക്ട് ഇൻസൈഡ് ദ മെറ്റീരിയൽസ് വിത്ത് വെരി ഹൈ റിറ്റൻറ്റിവിറ്റി. റിറ്റൻറ്റിവിറ്റി വളരെ കൂടുതലുള്ള വസ്തുക്കൾക്കിടയിൽ മാത്രമാണ് കാന്തിക ബലരേഖകൾ കൂട്ടിമുട്ടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാന്തിക ബലരേഖകൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല മക്കളെ, കൂട്ടിമുട്ടുന്നില്ല എന്നുള്ള ആൻസറാണ് ശരി. അപ്പോൾ ബി ആണ് ശരി കേട്ടോ, ബി ആണ് ശരി. അപ്പോൾ ബി ആണ്, ഓപ്ഷൻ ബി ആണ് ശരി. ഓർത്ത് വെച്ചേക്കാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് സർക്യൂട്ട് സിമ്പിൾ ഫോർ LED? ചുവടെ സൂചിപ്പിക്കുന്നതിൽ LED സർക്യൂട്ട് ചിത്രം ഏതാണ് സൂചിപ്പിക്കുന്നത് വെച്ചാൽ LED സൂചിപ്പിക്കുന്ന ഏതാണ്? LED ഏതാ സൂചിപ്പിക്കുന്നത്? ഇത് LED ആണോ? അല്ല. ഇതിനെന്താ വിളിക്കുക? റെസിസ്റ്റർ അല്ലെങ്കിൽ പ്രതിരോധം എന്നാ വിളിക്കുക അല്ലേ? എന്നാൽ ഇതെന്താ? ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്, സെല്ലാണ് അല്ലേ? സെല്ലാണ്. ഇനി ഇതെന്താ സാധനം? ഇതാണ് LED. അപ്പോൾ ഇതാണ് LEDയെ സൂചിപ്പിക്കുന്നത്. ഇതെന്താ നമുക്കറിയാം, സ്വിച്ച് ആണ് അല്ലേ? അപ്പോൾ ഏതാണ് LED സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും, ഇതാണ് LED സൂചിപ്പിക്കുന്നത്. ഓർത്ത് വെച്ചേക്കട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, ഐഡന്റിഫൈ ബേസ് ഓർ ഫണ്ടമെന്റൽ യൂണിറ്റ് ഇൻ SI. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്നും അടിസ്ഥാന SI യൂണിറ്റ് കണ്ടെത്തുക. അടിസ്ഥാന SI യൂണിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ കൂടുതലായിട്ട് ഒന്നും ഡൗട്ട് അടിക്കാനില്ല. ഇവിടെ ആൻസർ വരിക ആരാണ്? കെൽവിൻ ആണ്. കെൽവിൻ ആണ് അല്ലേ? അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റിൽ വരുന്ന സാധനം ആരാണ്? കെൽവിൻ ആണ് അല്ലേ? ടെമ്പറേച്ചറിന്റെ താപനിലേന്റെ യൂണിറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എന്നാൽ ജൂൾ എന്തിന്റെ യൂണിറ്റ് ആണെന്ന് ഓർമ്മയുണ്ടോ? ഹീറ്റിന്റെ അല്ലെങ്കിൽ താപത്തിന്റെ യൂണിറ്റ് ആണ് ജൂള്. അതുപോലെ പാസ്കൽ പ്രഷറിന്റെ മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. അതുപോലെ ന്യൂട്ടൺ ഫോഴ്സിന്റെ അല്ലെങ്കിൽ ബലത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്? ന്യൂട്ടൺ. ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, അടുത്ത ചോദ്യം, എ സ്പീഡ് ഓഫ് 45 നോട്ട് ഇംപ്ലൈസ്. 45 നോട്ട് വേഗം എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? 45 കിലോമീറ്റർ ഇൻ 1 അവർ ആണോ? 45 മൈൽ ഇൻ 1 അവർ ആണോ? 45 നോട്ടിക്കൽ മൈൽ ഇൻ 1 അവർ ആണോ? 45 മൈൽ ഇൻ 1 മിനിറ്റ് ആണോ? അതായത് 1 മണിക്കൂർ 45 കിലോമീറ്റർ, 1 മണിക്കൂർ 45 മൈൽ, 1 മണിക്കൂർ 45 നോട്ടിക്കൽ മൈൽ, 1 മിനിറ്റിൽ 45 മൈൽ. ഇതിൽ ഏതാണ് ശരി? ഏത് ഓപ്ഷനാണ് ശരി? പറയൂ. അപ്പോ ഏത് ഓപ്ഷനാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓപ്ഷൻ സി, 45 നോട്ടിക്കൽ മൈൽ ഇൻ 1 അവർ അല്ലെങ്കിൽ 1 മണിക്കൂറിൽ 45 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞ സി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ശരി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ നെഗറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ ഷീറ്റ് ഹാവ്. നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ലോഹത്തകിടിൽ എക്സസ് ഓഫ് ഇലക്ട്രോൺ, എക്സസ് ഓഫ് പ്രോട്ടോൺ, ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ, ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടോൺ. ഇലക്ട്രോണുകൾ അധികമായിരിക്കും, പ്രോട്ടോണുകൾ അധികമായിരിക്കും, ഇലക്ട്രോണുകളുടെ ന്യൂനത ഉണ്ടായിരിക്കും, പ്രോട്ടോണുകളുടെ ന്യൂനത ഉണ്ടായിരിക്കും. ഇതിൽ നമുക്ക് അറിയുന്ന കാര്യമാണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഷീറ്റാണ് അല്ലേ? നെഗറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ ഷീറ്റ് ആണല്ലേ? അവിടെ ഇലക്ട്രോൺ ചാർജ് നമുക്കറിയാം എന്താ? നെഗറ്റീവ് ആണ്. അപ്പോൾ എന്താണ്? ഇലക്ട്രോണുകൾ അധികമായിരിക്കും. എക്സസ് ഓഫ് ഇലക്ട്രോൺ ആണ് ആൻസർ. ക്ലിയർ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എ കോൺകേവ് മിറർ ഫോം ഇമേജ് അറ്റ് ഇൻഫിനിറ്റി വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ്. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ എവിടെ സ്ഥിതി ചെയ്യുന്ന വസ്തുവിന്റെ പ്രതിബിംബമാണ് അനന്തതയിൽ രൂപപ്പെടുക. അതായത് അനന്തതയിൽ ഇൻഫിനിറ്റിയിൽ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം ഉണ്ടാവണമെങ്കിൽ ഒബ്ജക്റ്റിനെ, വസ്തുവിനെ എവിടെ കൊണ്ടുവെക്കണം എന്നാണ് ചോദിച്ചത്. എവിടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തു വെച്ചാലാണ് അനന്തതയിൽ ഇൻഫിനിറ്റിയിൽ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം ഉണ്ടാവുക? നോ ഡൗട്ട്, വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് പറയാം, ഫോക്കസിൽ കൊണ്ടുവെക്കണം. എവിടെ കൊണ്ടുവെക്കണം? ഫോക്കസിൽ, പ്രിൻസിപ്പൽ ഫോക്കസിലാണ് കൊണ്ടുവെക്കേണ്ടത്. ഓക്കെ, ഈ മിററായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ സ്ഥലത്ത് ഒബ്ജക്റ്റ് വെക്കുമ്പോൾ, ഓരോ സ്ഥലത്ത് വസ്തു വെക്കുമ്പോൾ എവിടെയാണ് ഇമേജ് ഉണ്ടാവുക, പ്രതിബിംബം ഉണ്ടാവുക എന്നുള്ള ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾ NMS പരീക്ഷ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് ക്യാൻ റെപ്രസെന്റ് ദ ഡിസ്റ്റൻസ് ടൈം റിലേഷൻ ഓഫ് എൻ ഒബ്ജക്ട്? ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് ഗ്രാഫാണ് ഒരു വസ്തുവിൻ്റെ ദൂരസമയ ബന്ധത്തെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ദൂരസമയം നിങ്ങൾക്കറിയാം, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ദൂരം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ് അല്ലേ? ഒരു ബോഡി ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു വസ്തു മോഷനിലാണെങ്കിൽ ആ വസ്തുവിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരിക്കലും എന്താവില്ല? നെഗറ്റീവ് ആവില്ല അല്ലേ? ചലിച്ചോണ്ടിരിക്കുന്ന ഒരു വസ്തു ആണെങ്കിൽ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയാണെങ്കിൽ ഒരിക്കലും സീറോയും ആവില്ല. അപ്പോൾ ഈ ഗ്രാഫ് പറ്റുമോ? ഇല്ല. ഈ ഗ്രാഫ് പറ്റുമോ? പറ്റൂല. ഈ ഗ്രാഫ് പറ്റുമോ? പറ്റൂല. ഈ ഗ്രാഫ് പറ്റുമോ? ഓ, ഇത് പോസിറ്റീവ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഡിസ്റ്റൻസ്, ദൂരം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആലോചിച്ച് വെച്ചേക്കട്ടോ. അടുത്ത ചോദ്യം. Two plane mirrors are arranged side by side such that the reflecting surfaces face each other and the angle between them is 90 degree. Maximum number of image that can be seen in the mirrors when an object is placed in between them is 90 ഡിഗ്രി കോണിൽ അഭിമുഖമായിരിക്കുന്ന രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ ഒരു വസ്തുവിനെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം പരമാവധി ഡാഷാണ്. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. സിമ്പിളാണ് സംഭവം. ഇത്രയുള്ള നമ്മൾ ഒരു മിറർ, ഒരു കണ്ണാടി എടുത്ത്, നമ്മളൊരു മിറർ അല്ലെങ്കിൽ ഒരു കണ്ണാടി എടുത്ത്, ഓക്കെ, ഒരു കണ്ണാടി എടുത്ത്, ഇതേപോലെ തന്നെ നമ്മൾ മറ്റൊരു മിറർ അല്ലെങ്കിൽ മറ്റൊരു കണ്ണാടി എടുത്ത്, എന്നിട്ട് ഈ രണ്ട് കണ്ണാടി നമ്മളൊരു പ്രത്യേക ആംഗിളിൽ വെച്ച്, പ്രത്യേക ഒരു കോണളവിൽ വെച്ച്, പ്രശ്നമൊന്നുമില്ല. രണ്ട് മിറേഴ്സ്, രണ്ട് ദർപ്പണങ്ങൾ ഒരു പ്രത്യേക കോണളവിൽ വെച്ചു, പ്രത്യേക ആംഗിളിൽ വെച്ചു. എന്നിട്ട് ഇതിൻ്റെ മുന്നിൽ നമ്മളൊരു ഒബ്ജക്റ്റ് കൊണ്ട് വെച്ചു, ഒരു വസ്തു കൊണ്ട് വെച്ചു, ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചോ, ഒരു മെഴുകുതിരി കത്തിച്ച് ഇതിൻ്റെ മുന്നിൽ വെച്ചു. അപ്പോൾ ഈ മിറേഴ്സിൽ, ഈ ദർപ്പണങ്ങളിൽ എത്ര ഇമേജ് ഉണ്ടാവും അല്ലെങ്കിൽ എത്ര പ്രതിബിംബം ഉണ്ടാവും എന്ന് കാണാനാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രിയാണ് പറഞ്ഞ്? ഇവർ രണ്ടാളും വെച്ചത് 90 ഡിഗ്രിയിലാണ്. രണ്ട് മിറേഴ്സിൽ രണ്ട് ദർപ്പണങ്ങൾ വെച്ച് ഏത് ഡിഗ്രിയിലാണ്? 90 ഡിഗ്രിയിലാണ് വെച്ചത്. എന്നിട്ട് അതിൻ്റെ മുന്നിൽ ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു കൊണ്ടുവച്ചു. അപ്പോൾ എത്ര ഇമേജ്, എത്ര പ്രതിബിംബം ഉണ്ടാവും എന്ന് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷനാണ്. എല്ലാവരും ഓർത്ത് വെച്ചേക്കുക, ഒരിക്കലും മറന്നു പോകരുത്. n is equal to 360 ഡിവൈഡഡ് ബൈ θ മൈനസ് 1 അല്ലേ? തീറ്റ അല്ല, വേറെ തീറ്റയാണ്, ആംഗിൾ ആണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും അല്ലേ? അപ്പോൾ n is equal to 360 360 എത്ര ആംഗിൾ വന്ന്? എത്ര കോണ്? 90. അപ്പോൾ 90 മൈനസ് 1, 0 0 ക്യാൻസൽ അല്ലേ? 36/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് അല്ലേ? 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 ഇമേജ് ഉണ്ടാവും, 3 പ്രതിബിംബങ്ങൾ ഉണ്ടാവും. ഓപ്ഷൻ നോക്കുക, 3 ഉണ്ട് അല്ലേ? മൂന്നാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ 3, മൂന്നാമത്തെ ഓപ്ഷൻ 3. ഓക്കെ, സെറ്റാണല്ലോ. ഇനി അടുത്ത ചോദ്യം. ബാരോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ. ബാരോമീറ്റർ എന്ന ഉപകരണം അളക്കുന്നത് എന്താണ്? ഹ്യൂമിഡിറ്റി ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ ആർദ്രതയാണോ? പൊല്യൂഷൻ ലെവൽ ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ മലിനീകരണത്തിൻ്റെ അളവാണോ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദമാണോ? ഓക്സിജൻ ലെവൽ ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവാണോ? എടാ, ബാരോമീറ്റർ എന്താ അളക്കുക? ബാരോമീറ്റർ അളക്കുക അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദമാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NMMS ഫിസിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് വഴി എന്ത് ചെയ്യാം? ഓരോ പാർട്ടുകളിലായിട്ട് നമുക്ക് ചെയ്യാം. ഓരോ കണ്ടന്റ് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, NMMSൽ ഏത് സബ്ജക്റ്റിൻ്റെ വീഡിയോസ് ആണ് വേണ്ടത് എന്ന് ഈ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ചെയ്യുക. ആ വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്, നമ്മൾ ഇനിയും കാണുന്നതാണ്. ബൈ ബൈ, ടാറ്റാ.